യേശുവിലേറ്റം സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന വചനം അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 15-ാം വാക്യം. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവനു നീ സാക്ഷിയായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എത്രത്തോളം സാക്ഷിയായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മളിന്ന് ചിന്തിക്കാൻ പരിശ്രമിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. നാം ക്രിസ്തു സാക്ഷികളാകേണ്ടവരാണ്. ഈ നിമിഷത്തെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ ആത്മാവിൻ്റെ വിവേചനത്തോടെ ഞങ്ങൾക്കത് വിവേചിച്ചറിയുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനും സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലുടനീളം അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ. അമ്മേ, തിരുസുതനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ക്രിസ്തുവിന് സാക്ഷികളാകേണ്ടവരാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചിട്ടും പല അപകട സാധ്യതകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടും പല വിജയകരമായ നേട്ടങ്ങൾ നേടിയിട്ടും ആ സമയത്തൊക്കെ അത് നേടുന്നത് വരെ കർത്താവിൽ ആശ്രയിച്ചും നേടിക്കഴിയുമ്പോൾ അത് നമ്മുടെ പണത്താലാണ്, നമ്മുടെ ബലത്താലാണ്, നമ്മുടെ കഴിവുകളാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്നവർ നമ്മുടെ ഇടയിൽ ചിലരൊക്കെ ഇല്ലേ? ചില സാഹചര്യങ്ങളിൽ അവരോടൊപ്പം നമ്മളും എണ്ണപ്പെട്ടു പോകാറില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ സാക്ഷ്യപ്പെടുത്തലുകൾ മൂലം മറ്റുള്ളവർ ദൈവത്തെ കാണുവാനും മറ്റുള്ളവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാനുമുള്ള അവസരമാണുള്ളത്. നീയും ഞാനുമൊക്കെ കർത്താവിന് സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ സാക്ഷികളായി മാറാതിരിക്കുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ അറിയുന്നത് വൈകാനായിട്ടിടയാകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തമാശ തോന്നാം. എൻ്റെ ഒരു വാക്ക് മൂലം എങ്ങനെയാണ് മറ്റുള്ളവർ കർത്താവിനെ അറിയുക എന്ന്. സ്നേഹമുള്ളവരെ, ചെറുതും വലുതുമായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന ഓരോ നന്മകളും 2-3 പേരുടെ മുമ്പിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ സിമിലറായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അവരറിയാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു വരും. അവർ തന്നെ ഈശോയിലേക്ക് അഭയം പ്രാപിക്കും. ഇപ്രകാരം ചിന്തിക്കാതെ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതപ്പാച്ചിൽ നടത്തുമ്പോൾ സങ്കീർത്തനൻ്റെ പുസ്തകം നമുക്ക് ഒരു പാഠം തരുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. സങ്കീർത്തനം 103:2 ഇപ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. സ്നേഹമുള്ളവരെ, കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ട് അത് മറന്നുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, കർത്താവിന് സാക്ഷ്യം നൽകാതെയുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് അതിനൊരു വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, കർത്താവിന് എന്തിനാണ് നമ്മുടെ സ്തുതികൾക്ക് ആവശ്യമുണ്ടോ? നമ്മുടെ സ്തുതികൾ തമ്പുരാൻ ആവശ്യമുണ്ടോ? നമ്മൾ സ്തുതിക്കുന്നതുകൊണ്ട് കർത്താവിന് എന്ത് ഗുണമാണുള്ളത്? ലാറ്റിൻ ലിറ്റർജി പ്രകാരം പുരോഹിതൻ ദിവ്യബലി മധ്യേ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, ഞങ്ങളുടെ സ്തുതികൾ അങ്ങേക്ക് ആവശ്യമില്ല എങ്കിലും അങ്ങയെ സ്തുതിക്കുക എന്നത് അങ്ങ് നൽകിയ വിശിഷ്ട ദാനം തന്നെയാണല്ലോ. ആകയാൽ മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ അവിരാമം ആലപിച്ച് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാണ് പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ദിവ്യബലി മധ്യേ ഉരുവിടുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, തമ്പുരാന് നമ്മുടെ സ്തുതികൾ ആവശ്യമില്ല എങ്കിലും, തമ്പുരാന് നമ്മുടെ നന്ദി പ്രകടനം ആവശ്യമില്ല എങ്കിലും, ഈ കർത്താവിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുക, കർത്താവ് ചെയ്ത നന്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുക, അത് കർത്താവിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ തമ്പുരാനെ അറിഞ്ഞ് തമ്പുരാനിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ബൈബിളിൽ ഇത്തരത്തിലുള്ള ക്രിസ്തു സാക്ഷ്യങ്ങളുടെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഈ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളത്.
അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. അവിടെ ഗെർസേനയുടെ നാട്ടിൽ ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. ഗെർസേനയുടെ നാട്ടിൽ കർത്താവ് ചെന്നിട്ട് അവിടെ പിശാച് ബാധിതരെ ഒഴിപ്പിക്കുന്ന ഒരു സമയത്ത് ആ പിശാച് ബാധിതയിൽ നിന്ന് വിമുക്തനായ മനുഷ്യൻ കർത്താവിനോടൊപ്പം പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം കർത്താവ് പറയുന്നത്, നീ ഇവിടെ തന്നെ നിൽക്കുക, നിന്റെ ഭവനത്തിലേക്ക് നീ തിരിച്ചു പോവുക, എന്നിട്ട് കർത്താവ് നിനക്ക് ചെയ്ത കാര്യങ്ങൾ നീ അവരുമായി പങ്കുവെക്കുക. വചനം പറയുന്നത് അവൻ അപ്രകാരം ചെയ്തപ്പോൾ അവിടെ നിന്നിരുന്നവർ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. വചനം ഇങ്ങനെയാണ്, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്ന്, എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ദെക്കാപ്പോളസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. സ്നേഹമുള്ളവരെ, അവൻ്റെ ഈ പ്രഘോഷണം മൂലം, അവൻ്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ മൂലം ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ജനങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സാക്ഷ്യം, അവൻ അവിടെ കൊടുത്ത ക്രിസ്തു സാക്ഷ്യം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ആ മനുഷ്യന് സാധിച്ചു. വീണ്ടും ഒരു വചനഭാവം കൂടി നമ്മൾ കാണുന്നുണ്ട്. അത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ഈശോയും സമരിയക്കാരിയും തമ്മിലുള്ള ഒരു സംസാരമാണ് ആ അധ്യായം നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഈശോ ഈ സമരിയക്കാരിയുടെ പാസ്റ്റ്, അവളുടെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഈശോ അവളോട് സംസാരിച്ച് അവൾക്ക് മനസ്സിലായി ഈശോ ലോകത്തിൻ്റെ രക്ഷകനാണ്, തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തനിക്ക് കർശനം തരാനുള്ള, തന്നെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിടുക്കത്തിൽ പട്ടണത്തിലേക്ക് പോയി അവിടെ കൂടിയിരുന്നവരുടെയൊക്കെ അവൾ സാക്ഷ്യപ്പെടുത്തി. വചനം പറയുകയാണ്, അവളുടെ സാക്ഷ്യം അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ചെറിയ വാക്കുകളിലുള്ള ക്രിസ്തു സാക്ഷ്യങ്ങൾ അനേകരെ, നാം പോലും അറിയാതെ അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന പ്രകാരമാണ്, നമ്മൾ പലപ്പോഴായി നിസ്സംഗതയോടെ ക്രിസ്തു സാക്ഷ്യങ്ങൾ പറയാതെ, അല്ലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താതെ, പ്രഘോഷിക്കാതെ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകാതെ നിസ്സംഗതരായിട്ട് മിണ്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ്. നിസ്സംഗത പാപമാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സംഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയ, സിനിമ, ഏതൊക്കെ മേഖലകളിൽ ക്രൈസ്തവരെയും കർത്താവിനെയും അപമാനിക്കാവോ, ക്രൈസ്തവരെയും ക്രിസ്തുവിനെയും വില കുറച്ച് കാണിക്കാമോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സുലഭമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ നാമം, ഈശോയുടെ നാമം അവഹേളിച്ചുകൊണ്ട് ഒരു സിനിമയും അതിന് പ്രൊമോഷൻ നൽകുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇറങ്ങുകയുണ്ടായി. നമുക്കറിയാം, ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലവർ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മിണ്ടാതിരുന്നാൽ പോരെയെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഒന്നും കൂടി ഓർക്കുന്നത് നല്ലതാണ്. ചില സമയങ്ങളിൽ നമ്മുടെ മൗനം, നമ്മുടെ നിസ്സംഗത പാപമായി മാറും. കർത്താവിൻ്റെ നാമം, ഈശോയുടെ നാമം പലപ്പോഴായിട്ട് അപമാനിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രഘോഷിക്കാൻ സാധിക്കും. എവിടെ കർത്താവിൻ്റെ നാമം ദുരുപയോഗം ചെയ്യുന്നോ അവിടെ കർത്താവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഓരോ ക്രിസ്ത്യാനിയും പരിശ്രമിച്ചാൽ സാത്താൻ്റെ പാളയത്തിൽ കയറി അടിക്കുന്നവരാകും ക്രിസ്ത്യാനി എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്രകാരം ഒരു സിനിമ ഇറങ്ങിയപ്പോൾ, ഈശോ എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈശോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സിനിമാ പോസ്റ്ററുകളും സിനിമാ നടന്മാരുടെ ഫോട്ടോകളും ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരിടവകയിലെ കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു ചലഞ്ച് കൊണ്ടുവന്നു. വിറ്റ്നസ് ചലഞ്ച്. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു ചലഞ്ച് കൊണ്ടുവന്നു. എൻ്റെ ഈശോ എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഒരു ക്രൂശിത രൂപം അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ പറയുന്നു, എൻ്റെ ഈശോ എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിറ്റ്നസ് ചലഞ്ച് പുറപ്പെടുവിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ സാധിക്കും? സ്നേഹമുള്ളവരെ, ഒരു ഇടവകയിൽ തുടങ്ങിയ സംഭവം ആ ഇടവക അതിർത്തി കഴിഞ്ഞ്, രൂപത അതിർത്തി കഴിഞ്ഞ്, ആ ജില്ലയും ആ സ്റ്റേറ്റും ഒക്കെ കടന്ന് അത് പോയി രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് ആഫ്രിക്കനും UK ഒക്കെ ചെന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി. ധാരാളം വ്യക്തികൾ ഈ വീഡിയോ ചെയ്തു. നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കയറിയാൽ വിറ്റ്നസ് ചലഞ്ച് അല്ലെങ്കിൽ മൈ ജീസസ് മൈ ഗോഡ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. സഭയിലെ വൈദികർ, ധ്യാനഗുരുക്കന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, മെത്രാന്മാർ, സെമിനാരി വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥിനികൾ, മാതാപിതാക്കൾ, കുട്ടികൾ, വൃദ്ധജനങ്ങൾ, അങ്ങനെ നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള ധാരാളം വ്യക്തികൾ ഭാഷകൾ വ്യത്യാസമില്ലാതെ
നിറങ്ങൾ വ്യത്യാസമില്ലാതെ, രാജ്യങ്ങൾ വ്യത്യാസമില്ലാതെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വിറ്റ്നസ് ചാലഞ്ചിൽ പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഈ ഈശോ അല്ലെങ്കിൽ ജീസസ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോസും ഫോട്ടോസുകളൊക്കെ കയറി വരാൻ തുടങ്ങി. നമുക്ക് അപ്രകാരം എവിടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് അവസരം കിട്ടുന്നോ ആ സ്ഥലം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറെ വിഷമം നിറഞ്ഞ ഒരു സംഭവം ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരിടവകയിൽ ഒരു സിസ്റ്റർ കാറ്റഗിസം കുട്ടികളെ കൊണ്ട് ഇതേപോലെ ഒരു ഞായറാഴ്ച വീഡിയോ എടുത്തു. ആ കുട്ടികൾ ഇങ്ങനെ കുരിശ് കർത്താവിൻ്റെ രൂപം പിടിച്ചുകൊണ്ട് അവർ പറയും എൻ്റെ ഈശോ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത ഉടനെ ആ കുട്ടിയുടെ മാതാവ് അമ്മ കാറ്റഗിസം അധ്യാപികയാണ്. ആ പുള്ളിക്കാരി ഉടനെ തന്നെ ആ ടീച്ചർ ഈ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. എൻ്റെ കുട്ടി പഠിക്കുന്ന ഒരു മിക്സ്ഡ് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അവരുടെ മതത്തെ നമ്മൾ അവഹേളിക്കുന്നത് പോലെയാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പരസ്യമായിട്ട് ഇങ്ങനെ പ്രഖ്യാപനം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വീഡിയോ ആ വിറ്റ്നസ് ചാലഞ്ചിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയുണ്ടായി. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നമ്മൾ കർത്താവിന് സാക്ഷിയായി മക്കളെ മാറ്റുന്നതിന് പകരം മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും മൊബൈലും സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ടിക്ടോക്കുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാൻ നോക്കുമ്പോൾ എന്തുകൊണ്ട് 2 വചനം കാണാപ്പാഠം പഠിപ്പിച്ച് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? കർത്താവിന് സാക്ഷ്യം കൊടുക്കേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. കുട്ടികളുടെ മുമ്പിൽ സാക്ഷ്യം കൊടുക്കട്ടെ. മാതാപിതാക്കൾ നിങ്ങളുടെ മറ്റു മാതാപിതാക്കൾക്ക് സാക്ഷ്യങ്ങളായി മാറട്ടെ. കർത്താവിനെ കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മളത് ഉപയോഗിക്കണം. ഇത്തരത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച 21 ചെറുപ്പക്കാരുടെ ഒരു കഥയും കൂടി, കഥയല്ല നടന്ന സംഭവമാണ്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2015 ഇസ്ലാമിക് ഭീകരർ ലിബിയയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു 21 ചെറുപ്പക്കാരുണ്ട്. ഈ 21 ചെറുപ്പക്കാരിൽ 20 പേര് മാത്രമാണ് കോപ്റ്റിക് ക്രൈസ്തവർ. മറ്റു ഒരാൾ 21ാമത്തെ ചെറുപ്പക്കാരൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു അവിശ്വാസിയായ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഈ 21 പേരെയും ഈ ഭീകരർ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കടലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തി കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അവർ ചോദിച്ചു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ മക്കളുള്ള കുടുംബത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കും. എന്നാൽ ഈ 20 പേരും ആ കത്തിയുടെ മുന്നിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കഴുത്ത് ആ കത്തിക്ക് മുമ്പ് കാണിച്ചു കൊടുത്തു. ആ 20 പേരും കഴുത്തറുത്തപ്പെട്ട് മരിക്കപ്പെടുകയാണ്. ആ 20 പേരും മരിച്ചു വീണ് ഈ 21ാമനായ ഈ ആഫ്രിക്കൻ വംശജനായ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഒരു തീവ്രവാദി വന്നിന്ന് ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, അവൻ അവിശ്വാസിയാണ്, അവന് വിശ്വാസമില്ലാത്തവനാണ്. പക്ഷേ അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, അവരുടെ ദൈവമാണ് എൻ്റെയും ദൈവം. എന്തുകൊണ്ട് ആ നിരീശ്വരവാദിക്ക് അല്ലെങ്കിൽ ആ വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് അപ്രകാരം പറയാൻ സാധിച്ചു? ആ 20 പേരുടെ ജീവൻ കൊടുത്തുകൊണ്ടുള്ള, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്ത് രക്തസാക്ഷിത്വം വരിച്ച ആ 20 പേരുടെ ആ സാക്ഷ്യമാണ് ആ 21ാമത് ആ വിശ്വാസമില്ലാത്ത മനുഷ്യന് ആ നിമിഷം വിശ്വാസം കൊടുക്കുവാനും ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവൻ ആ നിമിഷം മരിക്കുവാനും അവനെ ഒരുക്കിയത്. കർത്താവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കുന്നത് വെറുതെ ആകിയാല, കർത്താവിന് വേണ്ടി സംസാരിക്കുന്നത് വെറുതെ ആവിയാല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തമ്പുരാന് വേണ്ടി സംസാരിക്കേണ്ട സമയമാണ്. ഒരു വ്യക്തിപരമായ ഒരു ഇൻസിഡൻറ്റ് കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ സഭയ്ക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് 1-2 ഫോൺ കോളുകൾ വരുമായിരുന്നു. ഫോൺ കോൾ വന്നിട്ട് വീട്ടിൽ വരുന്ന മീൻ കച്ചവടക്കാർ വരെ ഞങ്ങളുടെ ആൾക്കാരാണ്, നീ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ വകവരുത്തി കളയും, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള വധഭീഷണികൾ വരെ വരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ കാലഘട്ടത്തിൽ നമ്മളൊന്നും വകവയ്ക്കുകയില്ലായിരുന്നു. തുടർന്ന് ഒരു ദിവസം ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു സാത്താൻ്റെ സിമ്പിളൊക്കെ കൂടിയ ഒരു മെസ്സഞ്ചറിൽ നിന്ന് ധാരാളം സിമ്പിളുകളും മെസ്സേജുകളും എൻ്റെ വാട്സപ്പ് മെസ്സഞ്ചറിലേക്ക് വരാൻ തുടങ്ങി. ഒത്തിരി മെസ്സേജുകൾ. എന്നിട്ട് അവർ പറയുന്നത് ഇത് ഗാലറിയിൽ സേവ് ചെയ്യുക, എന്നിട്ട് ഇത് വെച്ച് പ്രാർത്ഥിക്കുക, നിനക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ബഹുമാനപ്പെട്ട വട്ടാരേസൻ തന്ന ഒരു ബെനഡിക്റ്റൻ ക്രോസ് എൻ്റെ മേശപ്പുറത്തുമുണ്ടായിരുന്നു. ഞാൻ ആ കുരിശ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് വിശ്വാസ പ്രമാണവും അതുപോലെ തന്നെ കരുണയുടെ ജപമാലയുടെയൊക്കെ പ്രാർത്ഥനകൾ ഞാൻ അവരുടെ മെസ്സഞ്ചറിലേക്ക് തിരിച്ചയക്കാൻ തുടങ്ങി. ഏകദേശം 3-4 മണിക്കൂറുകൾ ഇങ്ങനെ ചാറ്റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു.
ഞാനതൊരു ഫേക്ക് അക്കൗണ്ടാണെന്നാണ് ഇന്നും വിചാരിക്കുന്നത്. ഞാനത് കണക്ട് ചെയ്ത് പറയുകയല്ല. പക്ഷേ എനിക്ക് ഭയമുളവാക്കിയത്, അല്ലെങ്കിൽ എന്നിലൊരു കുറച്ചെങ്കിലും ഒരു ഞെട്ടലുണ്ടാക്കിയത്, അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുക ഒരു വീട്ടിൽ. അന്ന് രാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്കും എനിക്കൊരു അറിയാത്ത പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. ഞാൻ കോൾ എടുത്തപ്പോൾ ഒരു ആരാധന മഠത്തിൻ്റെ സിസ്റ്ററാണ്, SABSലൊരു സിസ്റ്ററാണ് വിളിക്കുന്നത്. സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, 2 ദിവസമായിട്ട് മോനെ വിളിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയായിരുന്നു, പക്ഷേ എനിക്ക് നമ്പർ കിട്ടിയില്ല. ഇന്നാണ് നമ്പർ കിട്ടിയത്, അതുകൊണ്ടാണ് ഇപ്പം തന്നെ വിളിച്ചത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിൻ്റെ പേര് ഞങ്ങൾ അൽത്താരയുടെ അവിടെ താഴെ പേര് എഴുതി വെച്ച് ഞങ്ങൾ ഓരോ ദിവസം കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം മോൻ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കണം, സാത്താൻ്റെ മുകളിലാണ് മോൻ കൈവച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, അത്രയും നേരം എനിക്ക് യാതൊരുവിധ പേടിയോ ഭയമോ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കലും അത് കഴിഞ്ഞ് രാത്രി സിസ്റ്ററിൻ്റെ ഈ ഒരു ഫോൺ കോളും കൂടി വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പകുതി അവിടെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഭയത്തിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. കാരണം അതിൻ്റെ സിസ്റ്റർ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുക, കിടക്കുമ്പോൾ 4 വശത്തും കുരിശ് വരയ്ക്കണം, എല്ലാ ദിവസവും എണീക്കുമ്പോൾ പുത്തൻ വെള്ളം നെറ്റിയിൽ വരച്ച് വേണം തുടങ്ങാനായിട്ട്. കാരണം നീ പറയുന്ന ഓരോ കാര്യങ്ങളും സാത്താന് എതിരായിട്ട് കൊള്ളുന്നുണ്ട്, അത് വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ എന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞാൻ അവിടെ കുറച്ച് താഴേക്കാണ് പോയത്. പിറ്റേ ദിവസം അതിരാവിലെ 3 മണിക്കത്തെ പാലാ ബസ്സിൽ കയറി ഞാൻ അട്ടപ്പാടി ചെന്ന് വട്ടാലച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചു. കാരണം ഒരു സമാധാനം കിട്ടുന്നുണ്ടായില്ല. അത്തരത്തിൽ നമുക്ക് ക്രിസ്തു സാക്ഷ്യം എവിടെ കൊടുക്കുന്നോ അവിടെ നമുക്ക് പ്രതിസന്ധി ഉണ്ടാവും, അവിടെ നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതാണ് വചനത്തിൽ പറയുന്നത്, മകനെ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുവേ. മകനെ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുവേ. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രശ്നങ്ങളുണ്ടായാലും കർത്താവിനെ കൊടുക്കാനായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയത്തിനായിരിക്കും, അത് നമ്മുടെ കുടുംബവും നമ്മുടെ വ്യക്തിപരമായ ജീവിതവും സമൃദ്ധിപ്പെടാനായിട്ടുള്ള കാരണത്തിനും വകയായിത്തീരും. ഒരിക്കൽ സെൻറ്റ് പീറ്റർ സ്ക്വയറിൽ മാർപ്പാപ്പ തൻ്റെ വിശ്വാസ സമൂഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു പറ്റം യുവജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വീവ ഇൽ പാപ്പ, അതായത് പാപ്പ നീണാൾ വാഴട്ടെ. ഇത് പല തവണ അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആ സമയം ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ച് അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, വീവ ജേസു, അതായത് ഈശോ ക്രിസ്തു നീണാൾ വാഴട്ടെ, ഈശോ നീണാൾ വാഴട്ടെ. ഇത് പറയുക മാത്രമല്ല, പല ആവർത്തി അവരെ കൊണ്ട് മാർപ്പാപ്പ പറയിപ്പിച്ചു, വീവ ജേസു, വീവ ജേസു. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ സാക്ഷിയാകുവാനായിട്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ ഒരുക്കണം. 28ാമത് ലോക യുവജന സംഗമത്തിൽ, ബ്രസീലിൽ വെച്ച് നടന്ന 28ാമത് ലോക യുവജന സംഗമത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാസ്റ്റത്തെ ദിവസം യുവജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ദിവ്യബലിയുണ്ട്. ആ ദിവ്യബലി പ്രസംഗത്തിൽ ഈ യുവജനങ്ങളോടായിട്ട് മാർപ്പാപ്പ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഈ യുവജന സംഗമം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം, നിങ്ങൾ ഭയപ്പെടരുത്. രണ്ടാമത് പറഞ്ഞാണ്, നിങ്ങൾ ഭയപ്പെടരുത്. മൂന്നാമത് പാപ്പ യുവജനങ്ങളോടായി പറഞ്ഞതാണ്, നിങ്ങൾ ശുശ്രൂഷിക്കണം. നിങ്ങൾ പോകണം, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ശുശ്രൂഷിക്കണം. സ്നേഹമുള്ളവരെ, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? നമ്മൾ നമ്മുടെ സേഫ് സോൺ വിട്ട് പോവേണ്ട സമയമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലല്ല ക്രിസ്തുവിനെ കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ സേഫ് സോണിൽ മാത്രമല്ല ക്രിസ്തുവിനെ കൊടുക്കേണ്ടത്. ദേവാലയത്തിൽ എല്ലാ ദിവസവും വരുന്നവരുടെ മുമ്പിൽ കർത്താവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കർത്താവിനെ അറിഞ്ഞവരാണ്. എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമുക്ക് കർത്താവിനെ അറിയാത്തവരുടെ മുമ്പിൽ നിന്ന് ഈശോ എൻ്റെ രക്ഷകനാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല? മാർപ്പാപ്പ പറയുകയാണ്, പോകണം. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, അത് പീഠത്തിൻ്റെ മേലാണ് വെക്കുന്നത്. യുവജനങ്ങൾ പീഠത്തിൻ്റെ മേൽ വയ്ക്കപ്പെട്ട വിളക്കുകളാണ്. കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് നിങ്ങൾ പോകണമെന്ന് പാപ്പ യുവജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. പിന്നീട് പാപ്പ പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. കാരണം കർത്താവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മളെ ഭയപ്പെടുത്താനായിട്ട് സാത്താൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ തൊട്ടെന്നിരിക്കും, ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നെന്നിരിക്കും, അസുഖങ്ങളോ അപകടങ്ങളോ വന്നെന്നിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇടവകയിൽ ഒരു ജീസസ് യൂത്ത് പയ്യൻ അവൻ ഷെയർ ചെയ്തത്. അവൻ ട്രിവാൻഡ്രത്ത് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, മാക്സിമം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. അവിടെ ആരും അവനോട് പറയാറില്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്ന്. അവനൊരു ഹോസ്റ്റലിൽ മിക്സ്ഡായിട്ടാണ് ജീവിക്കുന്നത്. അതിനിടയിൽ മറ്റെല്ലാ മതക്കാരുമുണ്ട്. പക്ഷേ അവരെ നിന്നൊക്കെ വ്യത്യസ്തനായി ഇവൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ഇവൻ പറഞ്ഞത്, ചേട്ടാ, ഒരു ദിവസം ഞാൻ വൈകുന്നേരം കുർബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ അടുത്ത് ആരുമില്ല, പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്നെ തള്ളിയിടുന്ന പോലെ ഒരു ഫോഴ്സ്, എന്നെ തള്ളിയിടുകയാണ്. അവൻ പറയുകയാണ്, സാത്താൻ വന്ന് എന്നെ കുർബാനയ്ക്ക് പോകാതിരിക്കാൻ തള്ളിയിടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്.
സ്നേഹമുള്ളവരെ, ഇതേപോലുള്ള ചെറുപ്പക്കാർ, കർത്താവിനെ കൊടുക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ ഇടവകയിലുണ്ടെന്നേ. ഇത്തരത്തിൽ കർത്താവിനെ കൊടുക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അവരോടാണ് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. സാത്താൻ തൊടുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് സാത്താൻ നമ്മളെ വന്ന് പരീക്ഷിക്കുന്നതും സാത്താൻ നമ്മളെ തൊടാൻ നോക്കുന്നതും. പക്ഷെ അവന് തൊടാൻ സാധിക്കുകയില്ല. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ ശുശ്രൂഷിക്കുക. ഇന്ന് സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശുശ്രൂഷ മനോഭാവം. എല്ലാവരും രാജാക്കന്മാരാണ്, എല്ലാവരും നേതാക്കന്മാരാണ്. നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളൊരു മനോഭാവമില്ല. ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സഭ എനിക്ക് പെർമിഷൻ തന്നുകൊണ്ടാണ്. ഇത്തരത്തിൽ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് നീ പോകണമെന്ന് എൻ്റെ സഭ എനിക്ക് പെർമിഷൻ തരുന്നത് കൊണ്ടാണ്. കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് കലിബ്രീനി സ്ഥാപിച്ച മിഷണറീസ് ഓഫ് സെൻറ്റ് ചാൾസ് ബൊറോമിയോ എന്ന സഭയിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഷാലോമിൽ വന്ന് ഈ ശുശ്രൂഷ നടത്തുവാനായിട്ട് ധാരാളം തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഇവിടുത്തെ ആൾക്കാരെ വിളിച്ച് ഞാൻ ഡേറ്റ് മാറ്റി കൊണ്ടുപോയതാണ്. ആ സമയത്ത് എനിക്ക് ബൂസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഒരു ശാസനം എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ ശാസനമായിട്ട് എൻ്റെ മുന്നിൽ വന്നത് എന്നെ പഠിപ്പിക്കുന്ന ഒരു പുരോഹിതനാണ്. എൻ്റെ സെമിനാരിയിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു കുളങ്ങര എന്ന് പറഞ്ഞൊരച്ഛൻ, ജോർജ് കുളങ്ങര അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകണം, ഈ പോവാതെ നീ ഞങ്ങളുടെ സെമിനാരിലേക്ക് തിരിച്ചു വരണ്ട. കർത്താവിനെ പ്രഘോഷിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മളത് ചെയ്തിരിക്കണം. നമുക്ക് കഴിവുണ്ടായിട്ടല്ല, നമ്മൾ കഴിവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരികളാകും. നമുക്കുള്ള കഴിവിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കാൻ കിട്ടുന്ന സമയത്തിൽ നമ്മളത് ഉപയോഗിക്കണമെന്ന് ഈ ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് തന്ന ഉദ്ബോധനം കൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥലത്ത് വന്ന് കർത്താവിനെ കൊടുക്കാനായിട്ട് പ്രഘോഷിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതാ, ശുശ്രൂഷ മനോഭാവത്തോടു കൂടി നമ്മൾ പോകണം. ശുശ്രൂഷ മനോഭാവത്തോടു കൂടി ഭയപ്പെടാതെ നമ്മൾ പോകണം. നമ്മൾ പോയിട്ട് കർത്താവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മകനെ, കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുമിടുമ്പോൾ പ്രലോഭനം നേരിടാൻ തയ്യാറായിക്കൊള്ളുവിൻ. വചനം മുൻകൂട്ടി നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളോട് പറയും, എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, എന്ത് പ്രയോജനം? എല്ലാ ദിവസവും ദൈവത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നിട്ട് കുടുംബത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്, എന്ത് പ്രയോജനം ഉണ്ടായി? ഒരു അജ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിച്ച പെൺകുട്ടിയാണ്, തേവരയിലുണ്ടായിരുന്ന, ക്യാൻസർ വന്ന് മരിച്ചുപോയി. അജ്നയുടെ കാര്യങ്ങൾ ഈ ആദിർവാന കുട്ടികളോട് പറയുമ്പോൾ ആ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈശോയ്ക്ക് വേണ്ടി ഇത്രയും ജീവിച്ച ഈ പെൺകുട്ടിക്ക് ഇത്രയും സഹനങ്ങൾ കൊടുക്കാൻ കർത്താവിന് കണ്ണിച്ചോരയില്ലേ? സ്നേഹമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനങ്ങളുണ്ടാകും. പക്ഷേ ഈ സഹനങ്ങളെല്ലാം ഒരു റോസാപ്പൂ പോലെ കൊച്ചു ത്രേസ്യയും അൽഫോൺസാമയൊക്കെ സമർപ്പിച്ചതുപോലെ, വിശുദ്ധർ സമർപ്പിച്ചതുപോലെ, ഈ സഹനങ്ങളൊക്കെ കർത്താവിന് മുമ്പിൽ ഒരു പൂവായിട്ട് സമർപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീയും ഞാനുമൊക്കെ സാക്ഷികളായിരുന്നാൽ നമുക്ക് സഹനങ്ങളുണ്ടായാലും വേദനകളുണ്ടായാലും കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് നമുക്ക് പോകാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അതൊരു പക്ഷേ നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ നോക്കി കളിയാക്കിയെന്നിരിക്കും. പക്ഷേ ആത്മാവിൽ നമുക്ക് ആനന്ദിക്കാം, ആത്മാവിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ഞാൻ അപമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ കളിയാക്കപ്പെടുന്നത് കർത്താവിനെ പ്രതിയാണ്, കർത്താവിനെ കൊടുക്കുന്നതിലൂടെയാണ്. എവിടെ കർത്താവിനെ കൊടുക്കാനായിട്ട് അവസരം കിട്ടുമോ ആ സമയത്ത് നമ്മൾ ഈശോയെ കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകിയ ദൈവിക ഇടപെടലുകളും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. കർത്താവെ, നീ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഓരോ നന്മകളും, നീ എനിക്ക് നൽകിയത് നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ് എന്നുള്ള ബോധ്യം ഞാൻ മനസ്സിലാക്കുന്നു. ആ തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈശോയെ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയെ കൊടുക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി സംസാരിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി സാക്ഷിയാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, അമ്മ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. സകല വിശുദ്ധരെ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ചതുപോലെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി മരിക്കുവാനായിട്ട്, ഒരു രക്തസാക്ഷിയാകുവാനായിട്ട് എന്നെയും ഒരുക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ.